നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പലപ്പോഴും യൂട്യൂബേഴ്സിനെയും വ്ളോഗേഴ്സിനെയും മറ്റും നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഫേക്ക് ഫോളോവേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാമിലും മറ്റും ബോട്ട് ഉപയോഗിച്ച് ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാറുണ്ട്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും, നമുക്ക് സമയവും പണവും നഷ്ടമാകും. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു യൂട്യൂബറെ ചൂസ് ചെയ്യുമ്പോൾ അയാൾ നമ്മുടെ പർട്ടിക്കുലർ നീഷിലുള്ളതാണെന്ന് ഉറപ്പാക്കുക. ഉദാഹരണത്തിന് നമ്മൾ വിൽക്കുന്നത് 2 വീലറിന്റെ സ്പെയർ പാർട്സ് ആണ്. 2 വീലർ ഉപയോഗിച്ച് റിവ്യൂ ചെയ്യുന്നവരെ ഉപയോഗിക്കാം, 2 വീലർ ഉപയോഗിച്ച് യാത്രകൾ ചെയ്യുന്നവരെ ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ ഒരു ഫുഡ് ബ്ലോഗറെ ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നീട് കണ്ടന്റിന്റെ റിലവൻസി, നമ്മൾ വിൽക്കുന്നത് സ്പെയർ പാർട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു യൂട്യൂബറെ ചൂസ് ചെയ്തു. അയാൾ ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം 2 വീലർ ഉപയോഗിക്കുന്ന ആളല്ല, അദ്ദേഹം 4 വീലറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 വീലർ സ്പെയർ പാർട്സ് വിൽക്കാൻ അയാളെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന എൻഗേജ്മെന്റ് ലെവൽ, അവർക്ക് എത്രത്തോളം ലൈക്ക് ലഭിക്കുന്നു, എത്രത്തോളം ഷെയർ ലഭിക്കുന്നു, എത്രത്തോളം കമന്റ് ലഭിക്കുന്നു, അത് പരിശോധിക്കുക. അതുപോലെ തന്നെ അവരുടെ റീച്ച് പരിശോധിക്കുക. അതുപോലെ തന്നെ അവരുടെ ഫോളോവേഴ്സ് ഫേക്ക് ഫോളോവേഴ്സ് ആണോ അല്ലെങ്കിൽ ബോട്ട് ഉപയോഗിച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയവരാണോ എന്ന് പരിശോധിക്കുക. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും അനലിറ്റിക്സ് അവൈലബിൾ ആണ്. ഇത് പരിശോധിച്ചാൽ അവർക്ക് എത്രത്തോളം റീച്ച് ഉണ്ട്, അവരുടെ ഓഡിയൻസ് ആരാണ്, ഏതാണ് ലൊക്കേഷൻ, എന്താണ് ഏജ്, ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ അനലിറ്റിക്സ് ആവശ്യപ്പെടുക, അവരുടെ റീച്ച് മനസ്സിലാക്കുക. ചില ആൾക്കാർ നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിക്കുന്നവരുണ്ട്. അത്തരക്കാരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ അത് ചിലപ്പോൾ നമ്മുടെ ബ്രാൻഡിനെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം.